പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് സിസ് കളർ പ്രിന്ററായ എപ്സൺ L18050 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള എപ്സന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ വിളിച്ചോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചോ ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാണ്ട് ഇൻസ്റ്റാളേഷനും അൺബോക്സിങ്ങും കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് പ്രിന്ററിന്റെ ബോക്സ് വരുന്നത്. ഏകദേശം പ്രിന്ററിന്റെ ചെറിയ സ്പെസിഫിക്കേഷൻ ബോക്സിന്റെ പുറത്ത് തന്നെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നേരെ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സാധാരണ കാണുന്ന രീതിയിൽ യൂസർ മാനുവലാണ് വരുന്നത്. യൂസർ ഗൈഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അത് റീഡ് ചെയ്യണം എന്നുള്ളത്. അതൊക്കെ റിസ്ക് ഒഴിവാക്കാനാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓതറൈസ്ഡ് ടെക്നീഷ്യനെ തന്നെ വിളിക്കുക. അവർ വന്നാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നതാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന USB കേബിളാണ്. ഇതിൻ്റെ ചെറിയ A4 പ്രിൻ്ററായ L8050 എന്ന പ്രിൻ്ററിൽ USB കേബിൾ വരുന്നില്ല, ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ID കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ സപ്പോർട്ട് പറയുന്നുണ്ട് കമ്പനി വാറണ്ടിയോട് കൂടി. അപ്പോൾ അതിനുള്ള ഉപയോഗിക്കുന്ന ട്രേ ആണ് ഈ കാണുന്നത്. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആ ട്രേ മാറ്റി വെക്കുന്നു. ട്രേ പ്രത്യേകം ശ്രദ്ധിക്കുക, ബെൻഡ് കാര്യങ്ങളൊന്നും ആവാൻ പാടില്ല. അപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പാക്കിംഗ് കവർ വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതും പിന്നെ നിങ്ങൾ പ്രിൻ്റർ പാക്ക് ചെയ്ത കവറും കാണാം. അങ്ങനെ 2 കവറാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പൊടിപടലങ്ങളുടെ ഏരിയയിലാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കവർ ചെയ്ത് വെക്കാം, പ്രിൻ്റർ കവർ ചെയ്ത് വെക്കാൻ, അത് പ്രിൻ്റർ മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇതിൻ്റെ കൂടെ ഈ ഒരു കവർ കൊടുക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെ ഇങ്കിൻ്റെ സെറ്റും കൂടെ വരുന്നുണ്ട്. പവർ കേബിൾ, USB കേബിൾ എല്ലാം വരുന്നുണ്ട്. ഇത് പവർ കേബിളാണ് ഈ കാണുന്നത്. പിന്നെ ഉള്ളത് ഓരോരോ ബോട്ടിൽ ഇങ്കാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ പുറത്തോട്ട് വെക്കുകയാണ്. ആറ് സെറ്റിംഗ് ആയിരിക്കും കൂടെ വരുന്നത്. അത് മാറ്റി വെച്ചു. നെക്സ്റ്റ് ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഈ ബോക്സിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെക്കാം. അപ്പോൾ അതിനാദ്യം ഈ തെർമൽ കോൾ പീസുകളെല്ലാം റിമൂവ് ചെയ്യുക. എന്നിട്ട് നേരെ പ്രിൻ്റർ ആ ബോക്സിൽ നിന്നും പുറത്തോട്ട് വെക്കണം. പ്രിൻ്റർ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ കവർ ഒഴിവാക്കാം. ഈ കവർ ഒഴിവാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് പവർ ഓൺ ആക്കുകയല്ല, നിങ്ങൾക്ക് ഈ ബ്ലൂ സ്റ്റിക്കേഴ്സ് കുറേ കാണാൻ സാധിക്കും. അതെല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ 1 by 1 ആയിട്ടാണ് ഓരോരോ സ്റ്റിക്കറാണ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറിയൊരു സമയം പിടിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കെയർ ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം 1-2 സ്ഥലത്ത് ഇതുണ്ടോ, ഈ ഒരു ഇതിൻ്റെ അകത്തൊക്കെ സ്റ്റിക്കർ വരുന്നുണ്ട്, ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം കാരേജും കാര്യങ്ങളെല്ലാം ലോക്ക്ഡ് ആണ്. ഇതെല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് മാത്രമേ പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ വിളിക്കുക. അവർ വന്നാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാ ബ്ലൂ സ്റ്റിക്കറും റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഒരിക്കലും പ്രിൻ്റർ ഓൺ ആക്കുകയല്ല, ഇങ്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കംപ്ലീറ്റ് ബ്ലൂ സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇങ്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാദ്യം പ്രിൻ്ററിൻ്റെ കൂടെ 6 സെറ്റ് ഇങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ ഇനീഷ്യലായിട്ട് 6 സെറ്റ് ഇങ്ക് വരുന്നുണ്ട്. 057 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസ് ഇങ്കുകളോ അല്ലെങ്കിൽ വേറെ കമ്പനിയുടെ ഇങ്കുകളോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കുകളോ ഒന്നും ഉപയോഗിക്കരുത്. അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ വാറണ്ടി കട്ടാവുന്നതാണ്. മാത്രമല്ല നിങ്ങളെ ഹെഡ് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്, പ്രിൻ്റ് ഔട്ടിന് തന്നെ ക്ലാരിറ്റി മാറുന്നതാണ്. പിന്നെ അത് റെഡിയാക്കി വരാൻ ഏകദേശം വലിയൊരു എമൗണ്ട് വരും. അപ്പോൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുക. അവിടെ റൈറ്റ് സൈഡിലാണ് ഇങ്കിൻ്റെ ടാങ്ക് വരുന്നത്. അപ്പോൾ ടോപ്പ് ഓപ്പൺ ചെയ്ത് മെയിൻ ടോപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാത്രമേ ആ ബോട്ടിലെടുത്ത് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ബ്ലാക്കിൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്തു, ടോപ്പ് റിമൂവ് ചെയ്തുകൊണ്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ബോട്ടിൽ ജസ്റ്റ് ആ ടാങ്കിലേക്ക് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്.
പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇങ്ക് മാറി വയ്ക്കുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ട. കാരണം ഓരോരോ ടാങ്കിനും ഓരോരോ ലോക്ക് സിസ്റ്റമാണുള്ളത്. അതിൻ്റേതായ ബോട്ടിൽ മാത്രമേ ആ ടാങ്കിലേക്ക് ഇറങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഇങ്ക് ഫില്ലാവുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇങ്ക് ഇപ്പോൾ അറിയാതെ ബ്ലാക്കിൽ കൊണ്ടുപോയാണ് നമ്മൾ മജന്തൻ്റെ ബോട്ടിൽ കൊണ്ടുപോയി ഒഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആവില്ല, അത് ഫില്ലാവുകയുമില്ല. അപ്പോൾ ആ ടെൻഷൻ വേണ്ട. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് സിയാനാണ്. ലൈറ്റ് സിയാൻ്റെ ബോട്ടിൽ എടുക്കുക, എന്നിട്ട് ടോപ്പ് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഈ ബോട്ടിൽ എടുത്താണ് നേരെ അതിലേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. നിങ്ങൾ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുമിച്ച് എല്ലാ ഇങ്കും തീരില്ല, ഓരോരോ ഇങ്കും ഓരോരോ സമയത്തായിരിക്കും തീരുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ടിലുള്ള ഇങ്ക് ലെവൽ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും പ്രിൻ്റർ നമ്മോട് ഇങ്ങോട്ട് ഇങ്ക് കഴിയാനായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, ഇങ്കുള്ള ഭാഗം ഇല്ലാത്ത ഭാഗം രണ്ടായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലോ ലെവൽ താഴെ ഒരു ആരോ മാർക്കുണ്ട്, ആ ആരോ മാർക്കിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് ഇങ്ക് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം ലൈറ്റ് സിയാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ എടുക്കുക, ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യണം, എന്നിട്ട് ആ ബോട്ടിൽ മാറ്റി വെക്കുന്നു. നെക്സ്റ്റ് ഫില്ല് ചെയ്യാനുള്ളത് മജന്തയാണ്. അപ്പോൾ മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് മജന്തൻ്റെ ബോട്ടിൽ എടുക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുക ബോട്ടിലിൻ്റെ, എന്നിട്ട് നേരെ ആ ടാങ്കിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഈ പ്രിൻ്റർ അധികം സ്റ്റുഡിയോക്കാരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ ഇടയ്ക്കൊക്കെ ആനുവൽ മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, എക്സിബിഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ വേറെ കമ്പനിയുടെ കോമ്പാറ്റബിൾ ഇങ്കാണ്, ഇത് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ പരസ്യം ചെയ്താണ് മാർക്കറ്റിങ്ങിന് ആൾക്കാർ വരുന്നതാണ്. ഒരിക്കലും ആ ഇങ്ക് വാങ്ങിപ്പോകരുത്. വെബ്സിൻ്റെ ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കണം. കഴിയുന്നതും ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങാതിരിക്കാനും ശ്രമിക്കുക. ഓൺലൈനിൽ ചില സമയത്ത് അല്ലെങ്കിൽ അധിക സമയത്തും 99% ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കാണ് വരുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഹെഡിന് കംപ്ലയിൻറ്റ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മളിത് അറിയാൻ പോകുന്നത്, ഇത് ഉപയോഗിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അപ്പോഴേക്കും എല്ലാം വാറണ്ടി കാര്യങ്ങളെല്ലാം കട്ടാവുന്നതാണ്, നമുക്ക് പിന്നെ റിക്കവറി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം മജന്ത ടാങ്ക് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത് സിയാൻ്റെ ടാങ്കാണ്. അപ്പോൾ സിയാൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു, സിയാൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഓരോരോ ടാങ്കിനും ഓരോരോ കളർ കോഡുകൾ കാണാൻ സാധിക്കും. ബി പറഞ്ഞ ബ്ലാക്ക്, എൽ സി പറഞ്ഞ ലൈറ്റ് സിയാൻ, എം പറഞ്ഞ മജന്ത, സി പറഞ്ഞ സിയാന്, പിന്നെ എൽ സി പറഞ്ഞ ലൈറ്റ് സിയാന്, പിന്നെ വൈ പറഞ്ഞ യെല്ലോ ആണ് വരുന്നത്, എൽ എം പറഞ്ഞ ലൈറ്റ് മജന്തയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഓരോരോ ഇങ്കിൻ്റെ ആ കോഡിന് ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഏകദേശം സിയാന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. നമ്മളിനി നെക്സ്റ്റ് ഫില്ല് ചെയ്യാൻ പോകുന്നത് യെല്ലോ ടാങ്കാണ്. അപ്പോൾ യെല്ലോ ബോട്ടിൽ എടുക്കുക, അതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുക, എന്നിട്ട് നേരെ ആ ബോട്ടിൽ ആ ടാങ്കിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. അപ്പോൾ യെല്ലോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റത്തെ ടാങ്ക് വരുന്നത് ലൈറ്റ് മജന്തയാണ്. എല്ലാം എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം വരുന്നത്. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ എടുക്കുന്നു, നേരെ അതിലേക്ക് ഇറക്കി വെക്കുന്നു. ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ലൈറ്റ് മജന്ത ടാങ്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ടോട്ടലി നമ്മൾ 6 ടാങ്കും കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക, അതേപോലെ മെയിൻ ഡോറും ക്ലോസ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് പ്രിൻ്റർ ഓൺ ആക്കുക. അതിന് നമ്മൾ പ്രിൻ്ററിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ പിറക് വശത്തായിട്ടാണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് പവർ കേബിൾ ഇതേപോലെ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് പ്രിൻ്റർ ഓൺ ആക്കുക. USB കേബിൾ കണക്ട് ചെയ്യരുത്, അക്കാര്യം ശ്രദ്ധിക്കുക. പ്രിൻ്റർ ഓൺ ആക്കിക്കാണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ചെറിയൊരു ലോഡിങ്ങിന് ശേഷം ഇവിടെ ഒരു വാണിംഗ് മെസ്സേജ് ഓണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വാണിംഗ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴെ കാണുന്ന ആ ബട്ടന് ജസ്റ്റ് ഒരു 3 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡോ ലോങ് പ്രസ് ചെയ്ത് വെക്കുക.
അപ്പോൾ ആദ്യം വാണിംഗ് മെസ്സേജ് വരട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. യെസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ഈ ഒരു ഇങ്ക് ഡ്രോപ്പിൻ്റെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെ കാണുന്ന ബട്ടൺ ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അത് കുറച്ച് നേരം ആ ഒരു ഫ്ലാഷിങ് ഉണ്ടാവും, ആ ഒരു മെത്തേഡ് ഉണ്ടാവും. അതിനുശേഷം ഇതേപോലെ പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ ട്രേ ഔട്ട്പുട്ട് ട്രേ നിർബന്ധമായിട്ട് ഓപ്പൺ ആക്കണം, ഇല്ലെങ്കിൽ എറർ മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു പ്രിൻ്റ് എടുത്തപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു എറർ മെസ്സേജ് വന്നത്. അത് നമ്മൾ ഈ ട്രേ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ട്രേ ഓപ്പൺ ചെയ്താൽ മാത്രമേ പ്രിൻറ്റിങ് നടക്കുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രിൻ്റർ വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ റിസ്ക് എടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തുള്ള ആപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അൺബോക്സിങ്ങും ഫസ്റ്റ് ഇൻസ്റ്റാളേഷനും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള എല്ലാ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.